വയലാറിൽ നിന്നാണ് ഞങ്ങൾ ഈ ദീപശിഖയുമായിട്ടുള്ള പ്രയാണം ആരംഭിച്ചത്. ധീരരായ പോരാളികൾ ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ബലിപ്പുരയിൽ നിന്നാണ് 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി കൊല്ലത്ത് ചേരുന്ന CPM സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഈ ദീപശിഖയുമായി ഞങ്ങൾ എത്തുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങളെടുക്കുന്ന ഒരു സമ്മേളനമാണ് കൊല്ലത്ത് 6 മുതൽ 9 വരെ നടക്കാൻ പോകുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിലുണ്ടാവും. കേരളത്തിലെ ബഹുജനങ്ങളുടെയും തൊഴിലാളികളുടെയും പാവപ്പെട്ട മനുഷ്യരുടെയും ഗവൺമെൻറ് കഴിഞ്ഞ 8.5 വർഷമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് ഈ പാർട്ടി സമ്മേളനം LDF-നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും നൽകുന്ന സമ്മേളനമായിരിക്കും ഇത്. ഈ ദീപശിഖ കടന്നു വരുന്ന ഈ വഴികളിലൂടെ ഈ വീഥികളിലൂടെയൊക്കെ ഉള്ള പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും പൊതുജനത്തിൻ്റെയൊക്കെ അവരുടെയൊക്കെ ഒരു മനസ്സറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തായിരുന്നു അത്? ഇപ്പോൾ കഴിഞ്ഞ 2-ാം തീയതി വൈകുന്നേരം വയലാറിൽ തുടങ്ങിയതിനു ശേഷമുള്ള ഈ 2 ദിവസങ്ങൾ ആലപ്പുഴ ജില്ലയുടെ ഉൾപ്രദേശങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ ജാഥാ പര്യടനം മുന്നോട്ട് കൊണ്ടുപോയത്. ആബാലവൃദ്ധം ജനങ്ങൾ, സമസ്ത മേഖലയിലുള്ളവർ ഈ ദീപശിഖ റാലിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി സ്വീകരണ കേന്ദ്രങ്ങളും പാതയുടെ ഇരുവശങ്ങളും തടിച്ചുകൂടിയിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ സമ്മേളനത്തെ, ഇടതുപക്ഷത്തിൻ്റെ പോരാട്ടത്തെ അവരേറ്റവും പ്രാധാന്യത്തോടെ കാണുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ൻ്റെ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവരെല്ലാം ഒരുമയായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ ഈ ജാഥയുടെ അനുഭവം സൂചിപ്പിക്കുന്നത്.